മക്കളെ, ഇനി ആ കിളി പറക്കില്ല. ഏത് കിളിയാണെന്ന് നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചേക്കാം. ഉത്തരം കേട്ടോ, മറ്റൊന്നുമല്ല. പല ആളുകളും ഇപ്പൊ ഈ അടുത്ത് പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ട്രോള്. മറ്റൊന്നുമല്ല, ഈ പാഠഭാഗം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ വേണമെങ്കിൽ സംഭവം മനസ്സിലായിട്ടുണ്ടാവും. ഈ പാഠഭാഗം പ്രകാശം ജലം പോലെയാണ് എന്ന് പറയുന്ന ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിന്റെ ഒരു പാഠഭാഗം നിങ്ങൾക്ക് +2 പഠിക്കാനുണ്ട്. അത് പഠിക്കുന്ന സമയത്ത് കിളി പറന്നുപോയി, എനക്കൊന്നും തിരിയുന്നില്ല, ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് പല ആളുകളും പല രീതിയിൽ കമന്റുകളും ട്രോളുകൾ അടക്കം ഇപ്പം ആ ട്രോളുകളൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ, ഇനി നിങ്ങൾക്ക് ആ കിളി പറക്കില്ല. കാരണം അത് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വെറും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 2-3 മിനിറ്റ് കൊണ്ട് നിങ്ങൾ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ആദ്യം ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിന്റെ ഈ ഒരു പാഠഭാഗം പ്രകാശം ജലം പോലെയാണെന്ന് പറയുന്ന ഈ പാഠഭാഗം നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങളുടെ ആ പാഠപുസ്തകത്തിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്, അത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന രചനാ രീതിയെ പറ്റിയാണ്. ആ രചനാരീതി മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഈ പാഠഭാഗം പഠിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം ഇപ്പൊ കഥ അറിയാതെ ആട്ടങ്ങൾ, ഇപ്പൊ നല്ല കഥകളി, ഗംഭീര കഥകളി അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ എന്നാ ഇത് കളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയല്ല, ആ കഥകളി എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ കൃത്യമായിട്ടും ആ കഥ എന്താണെന്ന് അറിയണം. അല്ലെങ്കിൽ കഥയറിയാതെ ആട്ടം കാണരുത് എന്ന് പറയാറില്ലേ, അതുപോലെ മാജിക്കൽ റിയലിസം എന്താണെന്ന് അറിയാതെ പ്രകാശം ഒരു ജലം പോലെയാണെന്ന് പറയുന്ന ആ പാഠഭാഗം വായിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്താണ് മാജിക്കൽ റിയലിസം എന്ന് നോക്കാം. അതിലൂടെ ആ പാഠഭാഗം വളരെ ലളിതമായി ഒന്ന് മനസ്സിലാക്കാം. ഇത്രയുള്ളൂ മാജിക്കൽ റിയലിസം. യഥാർത്ഥമായ ഒരു സാഹചര്യത്തിൽ മാന്ത്രികമായോ അത്ഭുതമായോ തോന്നുന്ന ചില ഘടകങ്ങൾ യാഥാർത്ഥ്യം പോലെ ഉൾച്ചേർക്കുന്നതാണ് മാജിക്കൽ റിയലിസം. ഒന്നുമില്ല, ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം പോലെ ഒരു കഥ പറയുന്നു. പക്ഷെ ആ കഥയിൽ അത്ഭുതകരമായിട്ട് പെട്ടെന്ന് അവിടെ ഒരു മരം മുളയ്ക്കുന്നു, ആ മരത്തിൽ സ്വർണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോ അവിടെ എന്തായി, അവിടെ ഫാന്റസി വന്നു. അതായത് ഒരിക്കലും നടക്കാത്ത അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും. യഥാർത്ഥമായ ഒരു സാഹചര്യത്തിൽ മാന്ത്രികമായോ അത്ഭുതമായോ തോന്നുന്ന ചില ഘടകങ്ങൾ യാഥാർത്ഥ്യം പോലെ ഉൾച്ചേരുന്നതാണ് മാജിക്കൽ റിയലിസത്തിന്റെ ഒരു രീതി. ചുരുക്കി പറഞ്ഞാൽ മക്കളെ, ആ കഥയൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആ കഥയിൽ എന്താണ് അങ്ങനെ ഒരു അത്ഭുതം വരുന്നത്? ഒന്നുമില്ല, നല്ല പ്രകാശമുള്ള ഒരു ബൾബ് പൊട്ടിക്കുമ്പോൾ അതിൽ നിന്നും പ്രകാശം ജലം പോലെ ഇങ്ങനെ ഒഴുകി വരുന്നു. അത് അവരുടെ മുറിയിൽ മുഴുവൻ നിറയുന്നു. അവരതില് തോണിയൊക്കെ ഇറക്കി നീന്താൻ വേണ്ടി അല്ലെങ്കിൽ തുഴയാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് നിറഞ്ഞ് അവസാനം ആ വീട് മുഴുവൻ നിറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ മുറി മുഴുവൻ നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകി അവസാനം അതൊരു വലിയ വെള്ളപ്പൊക്കം പോലെ ആകുന്നു. പ്രകാശം ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ്. പക്ഷെ അങ്ങനെ ഒരു രീതി പറഞ്ഞുകൊണ്ട് ഒരുപാട് അർത്ഥങ്ങളെ പറയാൻ ആർക്ക് കഴിയും? എഴുത്തുകാരന് കഴിയും. ഒരുപാട് അർത്ഥങ്ങളും രീതികളും പറയാൻ വേണ്ടിയിട്ടാണ് എഴുത്തുകാരൻ ഈ ഒരു രീതി. ഇത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു കഥയിൽ മാത്രമല്ല, പല കഥകളിലും അദ്ദേഹം ഉപയോഗിച്ച രീതിയാണ് മാജിക്കൽ റിയലിസം. ഇതൊരു പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ചോദ്യത്തിൽ വരാൻ സാധ്യതയില്ല. മാജിക്കൽ റിയലിസം എന്താണെന്ന് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷയ്ക്ക് വളരെ കുറച്ച് സമയം മാത്രം മുന്നിൽ നിൽക്കുന്ന ഈ സമയം ഞാനിത് പറയാൻ കാരണം, മക്കളെ ശ്രദ്ധിക്കുക, യഥാർത്ഥമായ ഒരു സാഹചര്യത്തിൽ മാന്ത്രികമായോ അത്ഭുതമായോ തോന്നുന്ന ചില ഘടകങ്ങൾ യാഥാർത്ഥ്യം പോലെ ഉൾച്ചേർക്കുന്നതാണ് മാജിക്കൽ റിയലിസത്തിന്റെ രീതി. യഥാർത്ഥ ലോക പശ്ചാത്തലം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കഥ നടക്കുന്നത് നമ്മുടെ യഥാർത്ഥ ലോകത്തിന് സമാനമായ ചുറ്റുപാടാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഒന്നിക്കലും ഒരു ബസ് സ്റ്റാൻഡിലായിരിക്കാം, അതും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ക്ലാസ് മുറിയിലായിരിക്കാം, അതുമല്ല നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കാം. ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടാവുക. അവിടേക്ക് മാന്ത്രികമായ ഒന്ന് കടന്നു വരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പെട്ടെന്ന് ഒരു മരം പൊട്ടി വരിക, അല്ലെങ്കിൽ അവിടേക്ക് എന്തെങ്കിലും ഒന്ന് അത്ഭുതം പോലെ ഒന്ന് സംഭവിക്കുക. അതിനെയൊക്കെ നമുക്ക് എന്താ പറയാ, മാന്ത്രികതയുടെ കടന്നു വരവ്, പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾ, അതായത് സ്വാഭാവികമായി നടക്കുന്ന ഒന്നല്ല, അല്ലാത്ത മറ്റൊന്ന് കടന്നു വരുന്നതിനെയാണ് സത്യത്തിൽ ഈ മാജിക്കൽ റിയലിസത്തിന്റെ ഒരു ആഖ്യാന രീതി. ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം മക്കളെ, നമ്മൾ സാധാരണ രീതിയിൽ മനസ്സിലാക്കുന്ന കേവലമായ അർത്ഥത്തിനും അപ്പുറത്തേക്ക് പല ആശയങ്ങൾ ആ കഥക്കുള്ളിൽ വരുന്നത് നമുക്ക് സൂക്ഷ്മമായിട്ടുള്ള വായനയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഈ കഥയിൽ തന്നെ ഇതിലത്തെ രണ്ട് കുട്ടികളാണ് ഇതിലത്തെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലത്തെ പ്രധാന കഥാപാത്രങ്ങൾ 2 കുട്ടികളാണ്. ഈ കുട്ടികള് അവർക്കൊരിക്കലും പ്രകൃതിയുമായോ ഗ്രാമങ്ങളുമായോ അല്ലെങ്കിൽ അവിടുത്തെ യഥാർത്ഥ മനുഷ്യരുടെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോ അവർക്ക് അതിന് ആഗ്രഹമുണ്ട്. അവർ
പട്ടണത്തിൽ കോൺക്രീറ്റ് ചുമരുകൾക്കിടയിൽ കഴിയേണ്ടി വരുന്ന കുട്ടികളാണ്. അവരുടെ ആഗ്രഹത്തിലേക്കുള്ള ഒരു യാത്രയായാണ് സത്യത്തിൽ ഈ പറയുന്ന വെളിച്ചം, ഈ പ്രകാശം ജലം പോലെ ഒഴുകി വന്ന് അവരെ നഗരത്തിൽ മുഴുവൻ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം സൃഷ്ടിക്കപ്പെടുകയും ആ വെള്ളപ്പൊക്കത്തിൽ ഇവർ ആഗ്രഹിച്ചതുപോലെ അവര് ഒരു തോണിയൊക്കെ തുഴഞ്ഞ് അല്ലെ ബോട്ടൊക്കെ ഇറക്കി അതിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കുകയോ ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഓടിച്ച് കളിക്കുകയൊക്കെ ചെയ്യുന്നത്. സത്യത്തിൽ ഇവിടെ പ്രധാനമായും അർത്ഥമാക്കുന്നത് പ്രകൃതിയുമായി ഇണങ്ങിയുള്ള ജീവിതം ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരു നഗരവൽക്കരണത്തിന്റെയൊക്കെ അല്ലെങ്കിൽ നഗരങ്ങളിലേക്കൊക്കെ താമസിക്കുമ്പം ഈ കോൺക്രീറ്റ് ചുമരുകൾക്കിടയിൽ ഒതുങ്ങി പോകേണ്ട അവരുടെ ജീവിതത്തെയൊക്കെയാണ് സത്യത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. മാജിക്കൽ റിയലിസം എന്ന ഈ രചനാരീതി, ഇതൊരു രചനാരീതിയാണ്, ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ്. ഈ എഴുത്ത് രീതിയെ നിങ്ങൾ പരിചയപ്പെട്ടാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇനി ഇതിലത്തെ കഥ ഒന്നും കൂടെ വായിച്ചു നോക്കുന്ന സമയത്ത് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ സത്യത്തിൽ ഈ പാഠഭാഗം. സംശയമില്ലാത്ത സ്വീകാര്യത, അസാധാരണമായ സംഭവങ്ങളെ കഥാപാത്രങ്ങൾ അത്ഭുതത്തോടെയല്ല സ്വാഭാവികതയോടെ, അതായത് സാധാരണ രീതിയിൽ ഒരു കഥയാണെങ്കിൽ ഈ വെളിച്ചം ഇങ്ങനെ ഇവിടെ ഒരു ബൾബുണ്ട്, ആ ബൾബ് ഇങ്ങനെ പൊട്ടി ഒലിക്കുന്ന സമയത്ത് എന്താ ഇത് നോക്കൂ, ഇത് സ്വാഭാവികമായി ഓക്കെ, പിന്നെ ലൈറ്റ് ഇങ്ങനെ വെള്ളം പോലെ ഒഴുകുന്നു എന്ന് ആ കഥാപാത്രങ്ങൾ തിരിച്ചറിയുന്നു. അപ്പൊ നമുക്ക് വായനക്കാർ ഇതെന്തോ ഒരു അത്ഭുതം എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോ സംശയമില്ലാതെ ഈ പറയുന്ന അത്ഭുതകരമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ സ്വീകരിക്കുന്നു എന്നുള്ളതും മാജിക്കൽ റിയലിസത്തിന്റെ സവിശേഷതയാണ്. മറ്റൊന്നോ, വ്യക്തമല്ലാത്ത അതിരുകൾ, യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള വരമ്പുകൾ ഇവിടെ അലിഞ്ഞു പോകും. അതായത് ഈ കഥ യഥാർത്ഥമായി നടക്കുന്ന ഒന്നാണോ? കുറച്ചൊക്കെയാണ്, കുറച്ചൊക്കെ അല്ല. എന്നാൽ പൂർണ്ണമായും ഭാവനയാണോ? പൂർണ്ണമായും ഭാവനയല്ല, കുറച്ചൊക്കെ ശരിയുള്ള കാര്യം. ഇങ്ങനെ തോന്നുന്ന രീതിയിലാണ് ഈ കഥയുടെ, ഈ മാജിക്കൽ റിയലിസത്തിൽ വരുന്ന മാജിക്കൽ റിയലിസത്തിൽ വരുന്ന കഥകളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് പൂർണ്ണമായി യാഥാർത്ഥ്യവുമല്ല, പൂർണ്ണമായും ഭാവനയുമല്ല, ഇത് രണ്ടും കൂടെ ചേരുന്ന രീതിയിലാണ് ഈ കഥകളുടെ രചന വരുന്നത്. അപ്പോ അതിലെ കഥാപാത്രങ്ങൾക്ക് അവിടെ സംഭവിക്കുന്ന അത്ഭുതങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ആശ്ചര്യവും ഉണ്ടാവുന്നില്ല. അതുപോലെ അവിടെ യാഥാർത്ഥ്യവും വരുന്നു, ഭാവനയും വരുന്നു. പ്രധാനപ്പെട്ട കാര്യം, പിന്നെ യഥാർത്ഥ ലോകത്തായിരിക്കും ഈ സംഭവം നടക്കുക, പക്ഷെ അവിടെ പെട്ടെന്നൊരു മാന്ത്രികമായ അത്ഭുതകരമായ ഒരു കാര്യം നടക്കുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ സവിശേഷത, അല്ലെങ്കിൽ ഈ കഥാരീതിയുടെ, മാജിക്കൽ റിയലിസത്തിന്റെ സവിശേഷത. പ്രകാശം ജലം പോലെയാണ് എന്ന കഥയുടെ സവിശേഷതയും ഇത് തന്നെയാണ്. ഇത് മനസ്സിലാക്കി, ഈ പർട്ടിക്കുലർ പോയിന്റ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് വളരെ മനോഹരമായി പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പാഠഭാഗമാണ് പ്രകാശം ജലം പോലെയാണ്. അതുകൊണ്ടാണ് മാഷ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്, മക്കളെ ഇനി നിങ്ങൾക്ക് ആ കിളി പറക്കില്ല, നിങ്ങൾക്ക് കിളി പറന്നു പോകുന്ന ഒരു പാഠഭാഗമാണ് ഇത് എന്ന ഒരു പേടി ഇനി നിങ്ങൾക്ക് വേണ്ട. കിളി പറക്കില്ല. ഇനി പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് മുമ്പൊക്കെ ഈ രീതിയിൽ മാജിക്കൽ റിയലിസം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ പ്രകാശം ജലം പോലെയാണെന്ന ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ്, ലോകത്തിലെ അനശ്വരനായിട്ടുള്ള, പകരം വെക്കാനില്ലാത്ത രീതിയിലുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഈ കഥയെ ഈ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാനും പറ്റും, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പൊ മക്കളെ, പരീക്ഷ ഗംഭീരമായി എഴുതാൻ സാധിക്കട്ടെ. കൂടുതൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്യൂച്ചറിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് മനോഹരമായ ഒരു ലൈവ് ക്ലാസ്സിൽ ചെറിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ ലൈവിൽ എല്ലാവരും ഉണ്ടാവണം. അപ്പൊ മക്കളെ, പരമാവധി നിങ്ങൾ ആ ലൈവിൽ ജോയിൻ ചെയ്തുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി ആശയങ്ങളും പരമാവധി ചോദ്യങ്ങളും അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ മക്കൾക്കും നല്ലൊരു പരീക്ഷയായിരിക്കട്ടെ, നല്ലൊരു പരീക്ഷാ കാലമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.